Hi everyone, welcome back to Food and Chill. വെറും 30 സെക്കൻഡ് കൊണ്ട് മിക്സിയിൽ അടിച്ചെടുത്ത് തയ്യാറാക്കാൻ പറ്റുന്ന എഗ്ലെസ് മയോണൈസിന്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 ഫ്ലേവേഴ്സിലാണ് ഞാൻ ഇന്നിവിടെ മയോണൈസ് തയ്യാറാക്കുന്നത്. ഇതിനായി 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ എടുക്കാം. ഇതിലേക്ക് 10 വെളുത്തുള്ളി അല്ലിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ വളരെ ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ഓയിൽ ചേർത്ത് അടിച്ചു കൊടുക്കണം. നല്ല തിക്കാവുന്നത് വരെ കുറച്ചായി ഓയിൽ ചേർത്ത് അടിച്ചെടുക്കാം. അവസാനം 2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇപ്പം നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, 1 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണൈസിലേക്ക് ഈ ഗ്രീൻ പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ഗ്രീൻ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വൈറ്റ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ മയോണൈസ് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 ഫ്ലേവേഴ്സിൽ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 ഫ്ലേവേഴ്സിൽ തയ്യാറാക്കിയെടുക്കാം. റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് ചിക്കൻ്റെയും തന്തൂരിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മയോണൈസ് തയ്യാറാക്കുമ്പോൾ ഡിഫറെൻറ്റ് ഫ്ലേവർ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.